പിന്നെ എല്ലാവരും ചോറൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പാവി. ഇന്ന് നമുക്ക് റോസരി ചോറാണേ. ഇന്നലെ വെച്ച ചോറായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത് തിളപ്പിച്ച് ചൂറ്റിയെടുത്തതാണേ. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ടേ. അപ്പോൾ നമുക്കിന്ന് കറിക്കായിട്ട് തോരനല്ല എഴുക്കുവരട്ടിയാണേ. കാര്യം പറഞ്ഞാൽ ഇന്ന് തോരൻ വെച്ചായിരുന്നു. നമ്മളെ നീളം പയറുണ്ടല്ലോ, അതിൽ കുറച്ച് തോരൻ വെച്ച്, പപ്പായ്ക്കൊക്കെ ഇച്ചിരി തോരൻ പോലെ എടുക്കുന്നതാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഇതിങ്ങനെ വറ്റൽമുളകൊക്കെ ഇട്ട് വെഴുക്കുവരട്ടി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി കുറച്ചെടുത്ത് വെഴുക്കുവരട്ടിയിട്ടുണ്ട്. പിള്ളേരും ഒന്നും എടുക്കത്തില്ല, പിള്ളേർക്കും എല്ലാം തോരനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇച്ചിരി എടുത്ത് വെഴുക്കുവരട്ടിയെ. പിന്നെ ഇത് ഇന്നലത്തെ നമ്മുടെ ചക്കക്കറി ഉണ്ടല്ലോ, ചക്കക്കറിയാണേ. ഇന്നലെ എടുത്ത് നമ്മൾ ബാക്കിയുണ്ടായിരുന്നു, എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് പുറത്ത് നോക്കി ചോറ് ഒഴിക്കാൻ സമയമാകുമ്പോഴത്തേന്. അപ്പം ഇന്നലത്തെ ചക്കക്കറി. പിന്നെ ഇന്ന് വറുത്ത മീനായിട്ട്, പൊരിച്ച മീനായിട്ട് താടയാണേ. അപ്പം താട പൊരിച്ചതും, പിന്നെ ഇന്നലെ നമ്മൾ ചാള പുളിമുളകും വെച്ചായിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് ബാലൻസും കൂടെ ഉണ്ട്. അപ്പം അത് ഒന്ന് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ അങ്ങ് വറ്റിച്ചെടുക്കുകയും, അപ്പോൾ അതൊന്ന് ഇച്ചിരി ചാള പുളിമുളകും കറിയുടെ ചാറും. പിന്നെ നമുക്കിന്ന് കറിക്കായിട്ട് മീനെന്ന് പറയുന്നത് നെത്തോലിയായിരുന്നു കേട്ടോ. അപ്പോൾ നെത്തോലി മാങ്ങയൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ നെത്തോലി മാങ്ങ ഇട്ട് വെച്ചതും, പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് നമുക്കിന്ന് രസം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം കൊണ്ടേ മോര് കാച്ചി ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി രസം ഇട്ടെന്നേ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് രസവും കൊണ്ടുണ്ട്. അപ്പോൾ രസവും മാങ്ങാച്ചാറൊക്കെ തീർന്ന്, മാങ്ങയൊന്നുമില്ല. ഇനി മാങ്ങയൊക്കെ മേടിച്ചിട്ട് വേണം മാങ്ങാച്ചാറിടാനായിട്ട്. അപ്പം ഇന്നത്തെ ചോറിന് ഇത്രയേ ഉള്ളേ. അപ്പം നമുക്ക് നാളെ കാണാവേ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്യണേ കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.